സുഖമല്ലേ എല്ലാവർക്കും? കുറേ നാളായില്ലേ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്താ ഇപ്പോൾ ലോങ് വീഡിയോ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ കാനഡയിൽ വന്ന് കുറേ നാളായപ്പോൾ മുതലേ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നാട്ടിലുള്ളവരാണേലും ഈവൻ ഇവിടെ ഉള്ളവരാണേലും പറയുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ വർക്ക് ലൈഫും ഇവിടെ എങ്ങനെയാണ് ജോബ് നീ കണ്ടുപിടിച്ചതെന്നും ഇവിടുത്തെ സ്ട്രഗിൾസും ഇവിടുത്തെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളൊക്കെ നിനക്കൊന്ന് വീഡിയോ ആയിട്ട് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ടായി. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാം, ഞാനിവിടെ വന്നിട്ട് എന്തൊക്കെ ജോലിയാണ് ചെയ്തതെന്ന്. വന്ന ഉടനെ ഒന്നും എനിക്ക് ജോബൊന്നും കിട്ടിയില്ല കേട്ടോ. വന്നിട്ട് കുറേ സ്ട്രഗിളൊക്കെ ചെയ്തു. വന്ന് എനിക്ക് തോന്നുന്നു ഒരു 1-2 മന്ത്സ് എങ്കിലും എടുത്തിട്ടുണ്ടാവും ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. ജോലി ഹണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ഹണ്ടിങ് ആണ്. ഈ കാണുന്ന എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി, ഈവൻ മലയാളി സ്റ്റോറിലാണെങ്കിലും സകല സ്റ്റോറിലും, ഗ്രോസറി സ്റ്റോറിലും റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമ്മളിങ്ങനെ കയറി ഇറങ്ങി നടന്ന് റെസ്യൂമേ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് ചിലർ പറയും ഒന്നുമില്ല ജോലിയൊന്നും ഇല്ല എന്നൊക്കെ പറയും. ചിലർ ചെല്ലുമ്പോഴേ പറയും നോ വി ആർ നോട്ട് ഹയറിങ് എന്ന് പറയും. അങ്ങനെ നടന്ന് എനിക്ക് ലാസ്റ്റ് ഞാനൊരു റീറ്റെയിൽ ഷോപ്പിൽ ചെന്നപ്പോൾ അവർക്ക് എന്തോ എന്നോട് പാവത്വം തോന്നിയിട്ടാണോ എന്ന് എനിക്കറിയില്ല, അവരെനിക്കൊരു ജോലി തന്നു. അതെൻ്റെ ക്യാഷ്യറായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ ജോലിക്ക് കയറുന്നത്. പിന്നെ അതിനുശേഷം അവിടെ പക്ഷേ എനിക്ക് അവേഴ്സ് കുറവായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ അന്ന് എനിക്കൊന്ന് 24 hours എന്തോ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് 40 hours ഒക്കെ വർക്ക് ചെയ്യാം. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഇങ്ങനെ ഫീസൊക്കെ സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അവേഴ്സുള്ള ജോലി നോക്കണം. അപ്പോൾ ഇവിടെ എനിക്ക് 20 hours തന്നെ അങ്ങനെ കിട്ടാറില്ല. മിനിമം മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 hours 12 hours ഒക്കെ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഫീസ് അടയ്ക്കണം, ഒത്തിരി കാര്യങ്ങളില്ലേ. അപ്പോൾ ഞാനിങ്ങനെ വേറെയും ജോലി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ നടന്നു. ഡെയിലി ഇത് തന്നെ പരിപാടി. കോളേജ് കഴിയുന്നു, നേരെ നടക്കുന്നു, കണ്ടെടുത്തെല്ലാം റെസ്യൂമെ ഡ്രോപ്പ് ചെയ്യുന്നു, എവിടെയെങ്കിലും കിട്ടുമോ എന്നൊക്കെ. എന്നിട്ട് ലാസ്റ്റ് പിന്നീട് ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ എനിക്ക് വേറെ റെഫറൻസ് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ ആരെങ്കിലും പറഞ്ഞ് പരിചയപ്പെടുത്തി നമുക്ക് ജോബൊക്കെ മേടിച്ച് തരുന്നത് അത് ഭയങ്കര വലിയ ഹൈപ്പാണ്. അപ്പോൾ അങ്ങനെ അത് എനിക്കൊരു ജോലി കിട്ടി. അത് നമ്മുടെ ഈ മെക്ഡൊണാൾഡ്സ് ഒക്കെ പോലെയുള്ള ഒരു ഷോപ്പിലാണ്. മെക്ഡൊണാൾഡ്സിലല്ല, അതുപോലുള്ളൊരു ബർഗർ ഷോപ്പിലാണ് കിട്ടിയത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ അവിടെ നിന്ന് മതിയാക്കി, കാരണം അത് ഒത്തിരി ദൂരെയാണ് ഞാൻ താമസിക്കുന്നിടത്ത്. അപ്പം ബ്രേക്ക് ടൈമിൽ കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു 3-4 ആഴ്ച വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം എനിക്ക് ആ സമയത്താണ് വേറൊരു ജോലി കൂടെ കിട്ടി, വേറൊരു ജോലി. അപ്പം ഞാൻ ഈ ആദ്യത്തെ ക്യാഷ്യർ ജോലി കളഞ്ഞിട്ടില്ല, അതിൻ്റെ കൂടെ തന്നെ എനിക്ക് വേറൊരു റീറ്റെയിൽ ഷോപ്പിലും കൂടി കിട്ടി. അപ്പോൾ അവിടെ എനിക്ക് ഏകദേശം എൻ്റെ ബ്രേക്കായ ടൈമിലാണ് എനിക്ക് ജോബായത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും കോമ്പറ്റീറ്റേഴ്സാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ രണ്ടും ഇങ്ങനെ മാനേജ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു തരത്തിൽ അങ്ങും തട്ടാതെ ഇങ്ങും തട്ടാതെ നമ്മൾ കൊണ്ടുപോയി അങ്ങനെ ഇരുന്ന സമയത്തൊക്കെയാണ് പഠിത്തമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫുൾ ടൈം ആവണം, ഫുൾ ടൈം ഉണ്ടെങ്കിൽ സ്പൗസിൻ്റെ വർക്ക് പെർമിറ്റ് വെക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഉണ്ടാവും അന്വേഷിച്ച് ഇങ്ങനെ ചോദിച്ച് ലാസ്റ്റ് എനിക്ക് ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ ഇവിടെ റൂൾ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഏകദേശം ഒരു 5 ദിവസം മുന്നേ ആണ് എനിക്ക് എൻ്റെ ഫുൾ ടൈം റെഡിയായി കിട്ടിയത്. അപ്പോൾ അന്നേരം ഞാൻ എൻ്റെ സ്പൗസ് വർക്ക് പെർമിറ്റ് വച്ചു, സ്പൗസിന് ഉള്ളതെല്ലാം സെറ്റാക്കി. അങ്ങനെയൊക്കെയാണ് ആ ജോലി പോയത്. പിന്നെ കുറേ നാളാകുമ്പോൾ നമുക്കിപ്പോൾ റൂൾസൊക്കെ ഇങ്ങനെ മാറി വരുമല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ റൂൾസ് മാറിയപ്പോൾ വീണ്ടും നമുക്കൊരു സ്കിൽഡ് ജോബിലേക്കുള്ള എൻട്രി ആയി. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തപ്പി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്തിരുന്ന റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്തിട്ട് പുതിയ ജോബ് അന്വേഷിക്കാനുള്ള ഒരു ഗ്യാപ്പ് എടുത്തു. അതിൻ്റെ ഇടയിൽ ഒത്തിരി ഗ്യാപ്പായപ്പോൾ ഞാൻ വീണ്ടും എനിക്ക് വയ്യാതായപ്പോഴത്തേക്കും കുറച്ച് റെസ്റ്റ് എടുത്തതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ വലിയ ഹെവി അല്ലാത്ത കുറച്ച് ജോബ് തപ്പി ഇറങ്ങാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ജോബ്, ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടർ എന്നുള്ള രീതിയിൽ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ കയറി. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബർഗർ ഷോപ്പിൽ നിന്നു, ക്യാഷ്യറായിട്ട് നിന്നു, പിന്നെ ഡൽഹി ആൻഡ് ബേക്കറിയിൽ സ്റ്റോക്കിങ്ങും കുക്കിങ്ങും ആയിട്ട് നിന്നു, പിന്നെ മാനുഫാക്ചറിങ്ങിൽ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ നിന്നു. അങ്ങനെ കുറേ ജോലികൾ മാറി അവസാനം ഒരു പ്രൊഫഷണൽ ജോബ്, സ്കിൽഡ് ജോബിൽ വന്നെത്തി നിൽക്കുകയാണ് ഇപ്പോൾ. പറഞ്ഞതൊക്കെ എൻ്റെ കഥ മാത്രമാണ് കേട്ടോ. ഞാൻ ചെയ്ത ജോലികളും എനിക്കിങ്ങനെയൊക്കെയാണ് ജോബ് കിട്ടിയതെന്നൊക്കെ. എനിക്ക് 2 മാസം എടുത്ത് ജോലി കിട്ടാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കുറേ ഫ്രണ്ട്സിനൊക്കെ ഞാനിങ്ങനെ പലയിടത്തായിട്ട് നമ്മൾ പലരെയൊക്കെ പരിചയപ്പെടുമല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടിയ ഫ്രണ്ട്സ് കുറേ പേർക്കൊക്കെ 1 വർഷം ആയവരുണ്ട്, 6 മാസമൊക്കെ എടുത്തവരുണ്ട് ഒരു ജോലി കിട്ടാൻ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ 8 മാസം എന്തോ അങ്ങോട്ട് മറ്റേ 10 മണിക്കൂറുള്ള ജോലി കണ്ടിന്യൂ ചെയ്ത് പോയായിരുന്നു. 10 മണിക്കൂർ മാത്രം കിട്ടുന്നത്. അതിന് ശേഷമാണ് എനിക്ക് കറക്റ്റ് ഒരു അവേഴ്സ് കിട്ടുന്ന ജോലിയൊക്കെ ആയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരൊക്കെ ഇങ്ങനത്തെ അല്ലാണ്ട് ജോലി ചെയ്തവരൊക്കെ ഉണ്ട് കേട്ടോ.
പെറ്റ് സിറ്റിങ് ചെയ്തവരുണ്ട്, ബേബി സിറ്റിങ് ചെയ്തവരുണ്ട്. ബേബി സിറ്റിങ്ങും പെറ്റ് സിറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത് ഈ പൂച്ചേനെയും പട്ടീനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരില്ലാത്ത സമയത്ത് മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അത് എളുപ്പമാണ്, പണി എളുപ്പമായിരിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥനില്ലാത്ത സമയത്ത് നമ്മൾ അവരെ ടേക്ക് കെയർ ചെയ്യുക. ഒരു കുഞ്ഞിനെ പോലെ പട്ടീനെയും പൂച്ചേനെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്ന ജോലി അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ വരും ജോബ് ഭയങ്കര ഈസിയാണ്, നമുക്ക് ഏത് സ്ട്രീമിലേക്ക് വേണേലും പോകാൻ പറ്റും, നമുക്ക് വേഗം ജോബ് കിട്ടും, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ കുറേ പേർക്കൊക്കെ ഒരു ആം, ഒരു നമ്മളൊരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 4 പേർക്ക് അല്ലെങ്കിൽ 3 പേർക്ക് ചിലപ്പോൾ വേഗം എളുപ്പത്തിൽ അവർ പഠിച്ച സ്ട്രീമിലൊക്കെ ഇവിടെ വേഗം ജോലി കിട്ടുന്ന തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേഗം ജോബ് കിട്ടും കേട്ടോ. പക്ഷേ എൻ്റെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ട്രീമിൽ കയറാൻ എനിക്ക് പാടായിരുന്നു. പിന്നെ ഒരു പാർട്ട് ടൈം കിട്ടാനും അന്വേഷിച്ച് ഡെയിലി ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ എല്ലാ വാതിലുകളും നമ്മൾ മുട്ടി നോക്കും. മുട്ടി ലാസ്റ്റാണ് ഒരു ജോബ് കിട്ടുന്നത്. അപ്പോൾ നമുക്കതിങ്ങനെ എന്തോ ഇങ്ങനെ നമ്മൾ കുറേ നാൾ കിട്ടാൻ ആഗ്രഹിച്ച സാധനം കൈ കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷമില്ലേ, അതുണ്ടാവും നമുക്ക്. അപ്പോൾ അത് നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലും എന്തൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. ആ ജോബിൻ്റെ വിശേഷങ്ങൾ, ജോബ് നമ്മൾ ഫണ്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇൻഡീഡ് വഴിയാണെങ്കിലും ലിങ്ക്ഡിൻ വഴിയാണെങ്കിലൊക്കെ ജോബ് സെർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കൂടുതലും ഇവിടെ റെഫറൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ത്രൂ നമ്മളെ പറഞ്ഞ് പരിചയപ്പെടുത്തി നമുക്ക് അതൊക്കെയാണ് കൂടുതൽ സാധ്യത. അതായത് അറിയുന്ന ആൾക്കാർക്ക് ജോലി മേടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളത്. അങ്ങനെ കൂടുതൽ നമ്മൾ നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കുക, കണക്ഷൻസ് ഉണ്ടാക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന നമ്മുടെ ആ ഒരു സ്ട്രെസ്സ്, ഒന്നാമത്തെ കാര്യം ചിലപ്പോൾ നമ്മൾ ഒരു ഹാഫ് സെറ്റിൽഡ് അല്ലെങ്കിൽ ഫുള്ളി സെറ്റിൽഡ് ആയിട്ട് നാട്ടിൽ നിന്നിട്ടുണ്ടാവുന്ന ആൾക്കാരായിരിക്കും, നല്ല ജോലി, വീട്, അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളെ ഇങ്ങനെ പറിച്ച് വേറൊരു സ്ഥലത്തേക്ക് നടുവാണ് വേരോടെ. അപ്പം നമ്മൾ അവിടെ സ്ക്രാച്ച് ചെയ്യുന്നേ തുടങ്ങണം. ഇപ്പോൾ സ്പൗസൊക്കെ കൂടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്പൗസിന് വർക്ക് കണ്ടുപിടിക്കണം. രണ്ടുപേർക്കും ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന എമൗണ്ട് ബാങ്കിൽ നമ്മളിവിടെ ഒരു GC എമൗണ്ട് കാണിക്കുമല്ലോ, അപ്പോൾ ആ എമൗണ്ടിൽ നിന്ന് നമ്മളെടുക്കണം. അപ്പോൾ അതിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അടുത്ത് വരുന്ന സെമസ്റ്ററിൻ്റെ ഫീസ് അടയ്ക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പ്രഷർ അടിച്ച് നമുക്ക് പ്രഷറില്ലാത്ത ദിവസങ്ങളുണ്ടാവില്ല, അമ്മാതിരി പ്രഷറായിരിക്കും. പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത് ഇവരിങ്ങനെ റൂൾസ് ചേഞ്ച് ചെയ്തുകൊണ്ട് വരുന്നതുകൊണ്ട് നമുക്ക് PR-ൻ്റെ പ്രശ്നങ്ങൾ വരും. PR-ന് ഓരോ ക്രൈറ്റീരിയകൾ, പോയിന്റ് മീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മളിങ്ങനെ ഓരോന്നിൻ്റെ പുറകെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു നെവർ എൻഡിങ് സ്ട്രഗിൾ സ്റ്റോറിയാണ്. പിന്നെ നല്ല വശങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് കേട്ടോ. നല്ല വശങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ബെനഫിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാണ്, ഫുൾ ടൈം വർക്ക് ചെയ്യാണ്. അപ്പം നമ്മൾ പിന്നെ ഇവിടെ ഇത്രയും ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടാക്സ് ബെനഫിറ്റ് കിട്ടും. ഇത്ര എമൗണ്ട് നമുക്ക് തിരിച്ച് നമ്മുടെ കയ്യിൽ കിട്ടും. പിന്നെ അതുപോലെ നമ്മൾ ഫുൾ ടൈം നമുക്കൊരു ജോബ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും. ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലിനിക്കിലൊക്കെ പോകാൻ വേണ്ടി, ഹോസ്പിറ്റലിലൊക്കെ പോയാൽ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് വോക്ക് ഇൻ ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഫാമിലി ഡോക്ടറൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ജോബിനെ കുറിച്ചും ഇങ്ങനെ പ്രൊഫഷൻ ചൂസ് ചെയ്യണതിനെ കുറിച്ചും ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എനിക്ക് ഒറ്റ കാര്യം എല്ലാവരോടും പറയാനുള്ളൂ, നമ്മളിപ്പോൾ ഒരു കോഴ്സ് പഠിക്കണം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് ശരിക്കും ഇൻഡെപ്ത് പോയി നമുക്ക് ഈ കോഴ്സ് തന്നെ പഠിക്കണം. അല്ലാണ്ട് വെറുതെ നമുക്ക് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് പഠിക്കുകയാണെന്നോ അങ്ങനെ നമ്മൾ കയറി വന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുക, എങ്ങനെയെങ്കിലും ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന അങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല കേട്ടോ. ശരിക്കും നമ്മൾ ഇൻഡെപ്ത് പോയി ഈ കോഴ്സിൻ്റെ സാധ്യത അവിടെ എന്താണെന്ന് അന്വേഷിച്ചിട്ട്, ഏത് പ്രോവിൻസിലാണ് കൂടുതൽ ഇതിന് സാധ്യതയെന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെ നമ്മൾ പ്രൊഫഷൻ എടുത്ത് പഠിച്ച് അതിൽ പിന്നെ നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അറിഞ്ഞിട്ട് ശേഷം നമ്മൾ വരുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അതിപ്പോൾ ഇവിടെ നിന്നല്ല, എനിക്ക് തോന്നുന്നു മിക്ക രാജ്യങ്ങളിലേക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇതുപോലെ UK, കാനഡ അതുപോലെയുള്ള എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നണത്. കാരണം കൂടുതൽ എല്ലായിടത്തും ഈ ഹെൽത്ത് സ്ട്രീം, ഇവിടെ ആണെങ്കിൽ ഹെൽത്ത് സ്ട്രീമും പിന്നെ ഏർലി ചൈൽഡ്ഹുഡ് ഇതിനൊക്കെ കൂടുതൽ സാധ്യതയാണ്. കാരണം PR ഓപ്ഷൻസ് ആണെങ്കിലും കൂടുതൽ സാധ്യത കൂടിയ മേഖലകളാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ എടുത്ത് വരുന്നവരാണെങ്കിൽ കൂടുതൽ ചാൻസ് ഉണ്ടാവും, നമുക്ക് കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. കൂടുതലെടുത്ത വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇനി വരുന്ന ഫോളോ അപ്പ് വീഡിയോസിലൊക്കെ വലിയ വീഡിയോ ആയിട്ട് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.